സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് ഡിവൈൻ മെസ്സേജാണ് താങ്കൾക്ക് യൂണിവേഴ്സ് തരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നത്, താങ്കൾക്ക് സിറ്റുവേഷൻ, എന്ത് കഠിനമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, എന്ത് വെല്ലുവിളിയാണ് ഇതിൽ താങ്കൾ നേരിടാൻ സാധ്യതയുള്ളത്, എന്ത് അഡ്വൈസാണ് ഇപ്പോൾ ടാരോ തരുന്നത്, എന്ത് ഔട്ട്കം, 4 കാർഡുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു ഓവറോൾ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത് ഈ കാർഡ് പറയും. ഇത് 8 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ കാർഡാണ്. അതായത് നമ്മളെ തന്നെ സ്വയം കെട്ടിയിട്ടിരിക്കുകയാണ്. ശരിക്കും ഇതിൽ കണ്ടാൽ നമുക്ക് തോന്നുന്ന ഒരു വനിതനെ കെട്ടിയിട്ട് ചുറ്റും വാൾ വെച്ചിരിക്കല്ലേ എന്ന്. പക്ഷേ ഈ കെട്ട് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, അവർക്കത് പൊട്ടിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വയം നമുക്ക് തോന്നുകയാണ് നമ്മളൊരു കാരാഗ്രഹത്തിനുള്ളിൽ പെട്ടുപോയി എന്നുള്ളത്. ഇത് പെട്ടെന്ന് പൊളിക്കാൻ പറ്റില്ല, ആന്തരികമായിട്ട് ഒരുപാട് ശക്തി വേണം. അതുകൊണ്ട് നമുക്ക് ടാരോട് തന്നെ ചോദിക്കാം, എന്ത് ചലഞ്ചാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ചലഞ്ചാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കടുത്ത ഫിനാൻസിൻ്റെ വെല്ലുവിളിയാണ് കാണുന്നത്. അതായത് പണം വരുന്നില്ല, മണി, ഫണ്ട് ക്രഞ്ച് എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ അതായിട്ട് കാണുന്നത്. എന്ത് അഡ്വൈസാണ് ടാരോയ്ക്ക് ഇപ്പോൾ തരാനുള്ളത് ചോദിച്ചപ്പോൾ, ടവർ എന്ന് പറയുന്ന കാർഡാണ്. ടവർ എന്ന് പറയുന്നത് നമ്മൾ എന്നൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഈ ടവർ എന്ന് പറയുന്ന കാർഡ് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുമ്പോൾ, നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിക്കുള്ള ഒരു സാധ്യത ഒഴിവായി തെറ്റിപ്പോയി എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ഇത് ഓർഡറിൽ നോക്കി കാണാൻ പറ്റും. ഇതാണ് പ്രശ്നം, ഫിനാൻഷ്യൽ ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടിക്കുള്ളത് പോയി. എന്ത് ഔട്ട്കം നമുക്ക് കിട്ടും എന്നുകൂടി നോക്കിയാൽ ഇതാവുള്ളൂ. ഔട്ട്കം എന്ന് പറയുന്ന മൂൺ എന്ന് പറയുന്ന കാർഡാണ്. മൂൺ എന്ന് പറയുന്നതും ഭയത്തിൻ്റെ കാർഡാണ്. അപ്പോൾ ഇതിൽ ഓവറോളായിട്ട് ഇത് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭയത്തിൻ്റെ ആയിട്ടുള്ളൊരു ദിവസമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് മെസ്സേജ് നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു കാർഡ് കൂടി എടുത്ത് നോക്കുകയാണ്, എന്തായിരിക്കും അവസാനത്തെ നമ്മുടെ ഇതെന്ന് ചോദിച്ചപ്പോൾ 7 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 7 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് തീർച്ചയായിട്ടും പറയുന്നത് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടാരോ റീഡിംഗ്. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്ന റീഡിംഗ് കണ്ടതിന്. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.